ഇപ്പൊ കണ്ട ഈ ഒരു വീഡിയോ നമുക്ക് എങ്ങനെ ക്യാപ്കട്ടിൽ വളരെ സിമ്പിൾ ആയിട്ട് എഡിറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണേ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പൊ നമുക്ക് നോക്കാം, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ക്യാപ്കട്ട് ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോ ക്ലിപ്പുകൾ ഇമ്പോർട്ട് ആക്കിയിടാം. ഇമ്പോർട്ട് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് നമുക്ക് കണ്ടുപിടിക്കണം, ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ അതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ആദ്യം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്തിട്ട് നേരെ ടൈം ലൈനിലേക്ക് ഇട്ട് കൊടുക്കുക. ടൈം ലൈനിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ടൈം ലൈനിലൊന്ന് എൻലാർജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ബീറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൽ ആ ബീറ്റ് അനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്ത് ഓരോ പോയിന്റുകൾ മാർക്ക് ചെയ്ത് വെക്കാം. അങ്ങനെ മാർക്ക് ചെയ്തുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബീറ്റ് മാറുന്നതനുസരിച്ച് നമുക്ക് ഷോർട്സ് മാറ്റി ഇടാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഷോർട്സുകൾ ഏതൊക്കെ ക്ലിപ്പുകളാണോ, അത് ഫസ്റ്റ് ഏതാണ് ഇടേണ്ടത്, സെക്കൻഡ് ഏതാണ് ഇടേണ്ടത്, ആ ഒരു രീതിയിൽ നമുക്ക് ടൈം ലൈനിലേക്ക് എടുത്തിടാവുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യത്തെ ഷോട്ട് ഇട്ട് കഴിഞ്ഞാൽ, ആദ്യത്തെ ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ബീറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബീറ്റിൽ വെച്ചിട്ട് നമുക്ക് അടുത്ത ക്ലിപ്പ് വരണം എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം അല്ലെങ്കിൽ കട്ട് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് നമുക്ക് അടുത്ത ഷോട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ടൈം ലൈനിൽ നമ്മുടെ ഷോട്ടുകൾ ഏതൊക്കെയാണോ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ ഒരു ഓർഡറിൽ ആഡ് ചെയ്ത് വെക്കുക. അങ്ങനെ നമ്മൾ ആഡ് ചെയ്യേണ്ട ക്ലിപ്പുകളൊക്കെ നമ്മൾ ഓർഡറാക്കി ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്റ്റെൻഡ് ആയിട്ട് നിൽക്കുന്ന മ്യൂസിക് കട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അത് ആദ്യം കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ലാസ്റ്റത്തെ ഷോട്ട് നമുക്ക് ഫെയ്ഡ് ഔട്ട് ചെയ്യിപ്പിക്കണം. അതിനായിട്ട് ആ ഷോട്ടുമ്പോൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം അനിമേഷൻ എടുക്കുക. അനിമേഷനിൽ ഔട്ടിൽ ഫെയ്ഡ് ഔട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഇതുണ്ടാവും, അത് ജസ്റ്റ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഓഡിയോ ഫെയ്ഡ് ഔട്ട് ചെയ്യിക്കാനായിട്ട് ഓഡിയോയിൽ ഫെയ്ഡ് ഔട്ട് എന്ന് പറയുന്നുണ്ടാവും, അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയോയും ഫെയ്ഡ് ഔട്ട് ആയിക്കോളും. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ ഫസ്റ്റ് ഫെയ്ഡ് ഇൻ കൊടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് വീഡിയോ എടുക്കുക, അനിമേഷൻ എടുക്കുക, ഫെയ്ഡ് ഇൻ കൊടുക്കുക, അത്രേ ഉള്ളൂ. അതിനുശേഷം നമുക്കിനി ഓരോ ട്രാൻസിഷൻ കൊടുക്കാം, ഓരോ ക്ലിപ്പിന് ശേഷം ഓരോ ട്രാൻസിഷൻ കൊടുക്കാം. അപ്പോൾ ആദ്യത്തേന്ന് രണ്ടാമത്തെ ക്ലിപ്പിലേക്ക് പോണതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്ന മോളിൽ കാണുന്ന ഓപ്ഷൻ എടുത്തിട്ട് ആദ്യം നമുക്ക് ഇഷ്ടമുള്ളൊരു ട്രാൻസിഷൻ എടുത്ത് നേരെ ഡ്രാഗ് ചെയ്ത് ആ സെൻറ്ററിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ആ ട്രാൻസിഷൻ അപ്ലൈ ആവും. എന്നിട്ട് നമുക്കത് ഇപ്പോൾ ഡ്യൂറേഷൻ നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ട്രാൻസിഷൻ്റെ ഡ്യൂറേഷനും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ ക്ലിപ്പുകൾക്കിടയിലും നമുക്ക് ഇഷ്ടപ്പെട്ട, അതായത് ആ വീഡിയോക്ക് ചേരണ ഓരോ ട്രാൻസിഷൻ ഇട്ട് അതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഓഡിയോയിൽ ഹൈ ബീറ്റ് വരുന്ന സ്ഥാനത്ത് വരുന്ന ക്ലിപ്പിന് നമ്മൾ ട്രാൻസിഷന് പകരം ആനിമേഷനിൽ വല്ല ഷേക്കിംഗ് എഫക്റ്റോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ക്ലിപ്പ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം നേരെ അനിമേഷൻ എടുത്തിട്ട് അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഷേക്കിംഗ് എഫക്റ്റ്, പല എഫക്റ്റുകളുണ്ട്, അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഹൈ ബീറ്റിനൊക്കെ ഷേക്കിംഗ് എഫക്റ്റാണ് ഞാൻ ട്രാൻസിഷന് പകരം ആഡ് ചെയ്യണത്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്ന കളർ ഗ്രേഡിംഗ് ആണ്. കളർ ഗ്രേഡിങ്ങിനായിട്ട് നമ്മൾ ഓരോ ഷോട്ട്സും സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ ഫിൽറ്റർ എന്നൊരു ഓപ്ഷനും കണ്ടില്ലേ, അത് സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫിൽറ്ററാണോ അത് എടുക്കുക, നേരെ ഡ്രാഗ് ചെയ്ത് ആ ഷോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാത്തിലും ഇട്ട് കൊടുക്കുക. ഇനി അതല്ല നമുക്കിപ്പോൾ ഡ്രാഗ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ ടൈം ലൈനിൽ തന്നെ നമ്മുടെ ഷോട്ടിൻ്റെ മുകളിൽ ജസ്റ്റ് ഇട്ടാലും നമുക്ക് ആ ഒരു ഷോട്ടിലേക്ക് അത് കറക്റ്റ് ഫിറ്റ് ആയിട്ട് വന്നോളും. ഡ്രാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഷോട്ടിൽ കറക്റ്റ് വരും. ഇനിയിപ്പോൾ മുകളിൽ ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈം ലൈനിൽ കറക്റ്റ് അത് എൻഡിൽ കട്ട് ചെയ്തെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ഷോട്ടിലേക്കും നെക്സ്റ്റ് ഷോട്ടിലേക്ക് കൂടി ആ ഒരു ഫിൽറ്റർ കയറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് അതുപോലെ എല്ലാ ഷോട്ടുകൾക്കും അതിന് ചേർന്ന ഫിൽറ്ററുകൾ ഇട്ട് കളർ ഗ്രേഡ് നമുക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റിൽ. അതിനായിട്ട് മുകളിൽ കാണുന്ന ടെക്സ്റ്റ് ഓപ്ഷൻ എടുത്തിട്ട് അതിൽ ഡിഫോൾട്ട് ടെക്സ്റ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് എന്നിട്ട് നമ്മുടെ ടൈം ലൈനിൽ ഏത് ക്ലിപ്പിൻ്റെ മുകളിലാണ് ടെക്സ്റ്റ് ആഡ് ചെയ്യുക അതിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ടെക്സ്റ്റ് അവിടെ സൈഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ താഴെ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ ഫോണ്ടൊക്കെ സെലക്ട് ചെയ്ത് നമുക്ക് ഏത് തരത്തിൽ വേണോ, ഇപ്പോൾ ഓരോ ലെറ്റേഴ്സിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഇടണമെങ്കിൽ ഗ്യാപ്പ് ഇടാം, അതുപോലെ തന്നെ എഫക്റ്റുകൾ കയറ്റണമെങ്കിൽ എഫക്റ്റുകൾ കയറ്റാം. അതിനൊക്കെ ഉള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അത് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ആ വീഡിയോക്ക് ആപ്റ്റായിട്ട് തോന്നുന്ന രീതിക്ക് നമുക്കത് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം ആ ഓരോ ലെറ്ററിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഇടണം. എന്നിട്ട് നമ്മൾ ടെക്സ്റ്റിൻ്റെ ഓപ്ഷനിൽ തന്നെ അനിമേഷൻ എടുത്തിട്ട് നമ്മൾ ഈ ടെക്സ്റ്റിലേക്ക് ഒരു അനിമേഷൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത്രേ ഉള്ളൂ നമ്മൾ ചെയ്യണത്. അപ്പോൾ അത് നമ്മുടെ ടെക്സ്റ്റും ഒക്കെ പക്കയായിട്ട് വന്നിട്ടുണ്ട്. അതിന് കറക്റ്റായിട്ടുള്ള അനിമേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മളതുപോലെ ട്രാൻസിഷൻ, അതുപോലെ തന്നെ അനിമേഷൻ കാര്യങ്ങളെല്ലാം കൊടുത്ത് കളർ ഗ്രേഡിങ് എല്ലാം ചെയ്ത് നമ്മുടെ വീഡിയോ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ക്യാപ്കട്ടിൻ്റെയും അതുപോലെ തന്നെ കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ട്, നല്ല ഹൈ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണ ഡാവിഞ്ചി, ആഫ്റ്റർ എഫക്റ്റ്, പ്രീമിയർ പ്രോ, ഇതിന്റെയൊക്കെ ട്യൂട്ടോറിയൽ വരും ദിവസങ്ങളിൽ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എന്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.